നമസ്കാരം. ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണകൂടം ഇനി എങ്ങനെയായിരിക്കും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെ നോക്കി കാണേണ്ടത്? അതിനുള്ള മുന്നോടിയായി എന്തൊക്കെ നീക്കങ്ങളായിരിക്കും? ഭയപ്പെടേണ്ടതുണ്ടോ, ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ പലരും ഉയർത്തി. ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ബന്ധം തന്നെയായിരിക്കും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതിൻ്റെ വളരെയധികം വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. അധികാരമേറ്റെടുത്ത് തൊട്ടുപിറകെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായൊരു കൂടിക്കാഴ്ച നടത്തി. ട്രംപ് ഭരണകൂടം ആദ്യമായി നടത്തിയ ഉഭയകക്ഷി ചർച്ച തന്നെ ഇന്ത്യയുമായിട്ടാണ്. ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നതും അതുതന്നെയാണ്. ട്രംപ് പ്രസിഡന്റായി അധികാരമേറ്റെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ അമേരിക്കയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചായിരുന്നു എസ് ജയശങ്കർ എത്തിയത്. തൊട്ടയൽ രാജ്യങ്ങളായ കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും നാറ്റോ സഖ്യരാജ്യത്തു നിന്നുള്ള പ്രതിനിധിയുമായോ ആണ് സാധാരണഗതിയിൽ അധികാരത്തിലെത്തിയ ശേഷം പുതിയ ഭരണകൂടം ആദ്യത്തെ ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നത്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇന്ത്യയുമായി ചേർന്ന് തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായി ദൃഢമായ ബന്ധം കാത്തു സൂക്ഷിക്കുമെന്നുള്ളതിൻ്റെ ആദ്യ സൂചനയായി ഇതിനെ നോക്കിക്കാണാം. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തവും സഹവർത്തിത്വവുമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ വിനീകത്തെയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ചർച്ചയ്ക്ക് ശേഷം റൂബിയോയും ജയശങ്കറും ഒരുമിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയും ചെയ്യുകയുണ്ടായി. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ തങ്ങളുടെ കാഴ്ചപ്പാട് ഇരുവരും പങ്കുവച്ചു എന്നാണ് ഡോക്ടർ ജയശങ്കർ എക്സിലൂടെ കുറിച്ചിരിക്കുന്നത്.